അല്ല, ഒന്നും എനിക്ക് രേഖാമൂലം കിട്ടിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു മാനനഷ്ട കേസുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കേസിനെ വളരെ കൃത്യമായി തന്നെ കോടതിയിൽ എനിക്ക് നേരിടാൻ സാധിക്കും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള ആളുകൾക്ക് വിളിക്കാൻ ഞങ്ങൾ ഒരു 10-25 പേരുടെ വാട്സപ്പ് നമ്പറുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതായത് പലിശയ്ക്ക് പണം വാങ്ങി വീട് നഷ്ടപ്പെട്ടവർ, ഭൂമി നഷ്ടപ്പെട്ടവർ, വലിയ രീതിയിൽ നഷ്ടമുണ്ടായിട്ടുള്ള ആളുകൾ, അവരിൽ ചില ആളുകൾ ഇപ്പോൾ ഇന്നലെ കോട്ടയത്ത് നിന്ന് 2 പേർ വിളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് ഒരു 2 പേർ വിളിച്ചു. ചെന്നൈയിൽ നിന്ന് ചെന്നൈ മലയാളി ക്ലബ്ബ്, എത്രയോ പൗരാണികമായിട്ട് നിലനിന്നിരുന്ന മലയാളികളുടെ ഒരു സങ്കേതമായിട്ടുള്ള ആ മലയാളി ക്ലബ്ബ് തന്നെ ഇദ്ദേഹത്തിൻ്റെയും മരുമകന്റെയും പേരിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുകയും അതിനെതിരായിക്കൊണ്ട് ചെന്നൈ കോടതിയിൽ കേസ് പോവുകയും ചെയ്തതിൻ്റെ മാറ്ററുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആളുകൾ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ രേഖകളെല്ലാം കിട്ടുന്ന മുറയ്ക്ക് അത് ഞാൻ ശേഖരിക്കുകയും ഈ വിഷയത്തിൽ ഞാൻ പഠിച്ച് കൃത്യമായി മറ്റു മാർഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് ഞാൻ പോകാൻ ശ്രമിക്കും. അത് ഞങ്ങൾ ഇവിടെ ഈ നിയോജകമണ്ഡലത്തിൽ വന്നപ്പോൾ തുടങ്ങിയതാണ്. വിവിധങ്ങളായിട്ടുള്ള ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഞങ്ങളുടെ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും അവരുടെ പരാതികൾ ഏറ്റുവാങ്ങാനും അതുപോലെ തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പറുകളായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു 15ഓളം അഡ്വക്കേറ്റ്സിന്റെ നമ്പറുകൾ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ആ സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ല, ഞാനതിനെ അർഹിക്കുന്ന അവജ്ഞയോട് കൂടിയിട്ട് തള്ളിക്കളയുകയാണ്. സത്യത്തിൽ മാധ്യമ സുഹൃത്തുക്കളുടെ കാര്യമായിട്ടുള്ള നിർബന്ധം കൊണ്ടാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. മറ്റൊന്ന്, 2016 ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, ദേശീയ കാര്യകാരി സദസ്യനാണ്. കൂടാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ ലീഡർ ആരാധനായിട്ടുള്ള ശ്രീമാൻ കുമ്മനം രാജശേഖരൻജി കേരള സംസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ്. ആ സമയത്ത് മലമ്പുഴ അതുപോലെ തന്നെ പാലക്കാട് 2 നിയോജക മണ്ഡലങ്ങളും വിജയപ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന സമയം. ആ സമയത്ത് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. അങ്ങനെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മുൻപ് 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ടുണ്ടായിരുന്ന പാലക്കാടിനെ 1,38,650 വോട്ടിലേക്ക് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി എത്തിച്ചതിന് ശേഷം നടക്കുന്ന ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കറിയാം, ദേശീയ തലത്തിൽ ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണാൻ ഈ നേരത്തെ പറഞ്ഞ നന്ദകുമാറിന് മാത്രമേ സാധിക്കൂ. കസേരയുടെ മൂലക്കലാണോ ഇരുന്നത്, എവിടെയാണ് ഇരുന്നതെന്നതിനെ കുറിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെ കയ്യിൽ അതിന്റെ രേഖകളൊക്കെ ഉണ്ടാവും. അതൊന്നും കൂടി സ്ക്രീൻ ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ അരികിലേക്ക് നിൽക്കുന്ന, അതായത് എൻ്റെ പരിസരത്ത് നിൽക്കുന്ന അദ്ദേഹത്തിനെ കുറച്ച് മുന്നോട്ട് മാറ്റാൻ ശ്രമിക്കുന്ന വല്ല വിഷയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ വെച്ച് അനുഭവപ്പെട്ടത്, അവിടെ നിന്ന് ജയരാജനെ ശ്രീമതി ടീച്ചർ മുന്നോട്ടേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം കൂടുതൽ ശോഭയുടെ അടുത്ത് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ. അതൊന്നും ഒരു വിഷയമേ അല്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 3 തവണ ശ്രീമാൻ ഇ പി ജയരാജനുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തി. ഞാൻ കൂടിക്കാഴ്ച നടത്തി എന്ന് ഞാൻ പറയുകയും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് ശ്രീമാൻ ഇ പി ജയരാജൻ പറയുകയും, എന്നാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ കൃത്യമായി ശ്രീമാൻ ജയരാജന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാപി എന്ന് വിളിച്ച, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് വിളിച്ച, ഫ്രോഡ് എന്ന് വിളിച്ച, ഗോവിന്ദൻ മാഷും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഫ്രോഡ് എന്ന് പറഞ്ഞ അതേ നന്ദകുമാറിനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ ശ്രീമാൻ ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ നോക്കിക്കണ്ടതാണ്. അപ്പൊ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തോട് ഉള്ളതിനേക്കാൾ അഭേദ്യമായ ബന്ധം എന്തടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിയുമായിട്ടുള്ളത് എന്ന് ഞാനല്ല വിശദീകരിക്കേണ്ടത്, അത് ജയരാജനാണ് വിശദീകരിക്കേണ്ടത്. ഇ പി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു ശോഭാ സുരേന്ദ്രനെതിരായിട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഗോവിന്ദൻ മാഷും പിണറായി വിജയനും തള്ളിപ്പറഞ്ഞ നന്ദകുമാറിനെതിരെ കേസ് വേണ്ട എന്നുള്ള തീരുമാനം
EP ജയരാജൻ എടുത്തത് എന്നതും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എനിക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മാധ്യമങ്ങളിലൂടെ പറയുകയും പിന്നീട് അത് തിരുത്തി പറയുകയും ചെയ്യേണ്ട ഒരവസരം എൻ്റെ ഈ പൊതുജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വിഷയത്തിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകയാണ്.